കൗൺസിലർ എം.ആർ. ഗോപൻ നമുക്കൊപ്പം ചേരുന്നു. സ്മാർട്ട് റോഡ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് തദ്ദേശ ഭരണ വകുപ്പിനെ പൂർണ്ണമായി അവഗണിച്ചു എന്നുള്ളൊരു പരാതി ഉയരുന്നു എന്നുള്ളൊരു വാർത്തകളുടെ ഇടയിൽ കൂടിയാണ് അത്തരത്തിലൊരു അവകാശ തർക്കം ആ പദ്ധതിയുടെ ശോഭ കെടുത്തും എന്നുള്ളതിൽ തർക്കമില്ല. എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ? തിരുവനന്തപുരം നഗരസഭാ പരിധിക്കുള്ളിലെ സ്മാർട്ട് സിറ്റിക്ക് ഇടം പിടിച്ച നാള് മുതലുള്ള കൗൺസിലർ എന്ന നിലയ്ക്ക് തിരുവനന്തപുരം നഗരസഭയുടേതായിട്ടുള്ള പങ്കാളിത്തം അവിടെ വെളിപ്പെടുത്താൻ സാധിച്ചില്ല. മറ്റൊന്ന്, നമ്മുടെ ഈ പദ്ധതി കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. ആ പദ്ധതിയെ സംബന്ധിച്ച് തിരുവനന്തപുരം നഗരസഭയ്ക്ക് 760 കോടി രൂപയുടെ പദ്ധതി വിഹിതമായി ലഭിച്ചിട്ടുള്ളത് കേന്ദ്രത്തിൽ നിന്ന്. ആ കേന്ദ്രത്തിന്റെ മേജർ പങ്കാളിത്തമുള്ള ഒരു പദ്ധതിക്ക് ഒരു കേന്ദ്ര പ്രതിനിധിയെ പോലും ഉൾപ്പെടുത്താതെ സംസ്ഥാന ഗവൺമെന്റിന്റെ മാത്രം പദ്ധതിയായിട്ട് സംസ്ഥാന ഗവൺമെന്റ് അതിനെ ആഘോഷം നടത്തി. ഇത് നഗരത്തെ സംബന്ധിച്ച് സ്മാർട്ട് സിറ്റി റോഡുമായി ബന്ധപ്പെട്ട് 40 റോഡുകളാണ് ആ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. തിരുവനന്തപുരം നഗരത്തിന്റെ പ്രധാനപ്പെട്ട വാർഡുകൾ വഴുതക്കാട്, അതുപോലെ തന്നെ ഫോർട്ട്, അതുപോലെ നമ്മുടെ ചാല, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ശ്രീകണ്ഠേശ്വരം 12 വാർഡുകൾ അതിനകത്ത് ഉൾപ്പെടുകയും 40 റോഡുകൾ ഉൾപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ 12 റോഡുകൾ മാത്രമാണ് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. തികച്ചും ഇവരുടേതായിട്ടുള്ള ഒരു സ്വാർത്ഥമായിട്ടുള്ള ചിന്താഗതി, ഗവൺമെന്റിന്റെ മാത്രം അവകാശവാദം ഉന്നയിച്ചുകൊണ്ടുള്ള പദ്ധതി തികച്ചും ഒരു അപലപനീയമാണ്. ഒരു ജനാധിപത്യ ഗവൺമെന്റിന് ഭൂഷണമല്ല. ഒരു സംസ്ഥാന ഗവൺമെന്റ് പദ്ധതി നടപ്പിലാക്കുമ്പോൾ ആ പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടുള്ളത് കേന്ദ്ര ഗവൺമെന്റാണ്. ആ കേന്ദ്ര ഗവൺമെന്റ് പ്രതിനിധിയെ പോലും ഉൾപ്പെടുത്താതിരിക്കുക, ആ ഫണ്ട് എവിടെ നിന്ന് കിട്ടിയെന്നുള്ളത് മറച്ചു വെച്ചുകൊണ്ട് കാണിക്കുക. നമുക്കിപ്പോ ഏതൊരാളിനും മനസ്സിലാക്കാൻ സാധിക്കുക, വിരൽ തുമ്പിൽ തൊട്ടു നോക്കിയാൽ അറിയുന്ന തരത്തിലേക്ക് കേന്ദ്രാവിഷ്കൃത പദ്ധതിക്ക് എത്ര രൂപ കേന്ദ്രം കൊടുത്തിട്ടുണ്ട്, സംസ്ഥാന ഗവൺമെന്റ് വിഹിതം എത്രയാണ്, നഗരസഭയുടെ വിഹിതം എത്രയാണ്, ഇതിന്റെ പങ്കാളിത്തം എങ്ങനെയാണ്. ഈ പദ്ധതി ഇഴഞ്ഞു നീങ്ങിയ അവസരത്തിലാണ് നമുക്ക് ചില സ്ഥലങ്ങളിൽ ന്യൂസ് 18 വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് സ്കൂളുകൾക്ക് സമീപമുള്ള അഗാധമായിട്ടുള്ള കുഴികൾ, സ്കൂളിലെ കുട്ടികൾ പോലും അതിനകത്ത് വീഴുമെന്ന് മെല്ലെപ്പോക്ക് വർക്ക് ഇഴഞ്ഞു പോയ സമയത്തൊക്കെ കൗൺസിലർമാർ, BJPയുടെ കൗൺസിലർമാർ റോഡുകളിൽ പോയി വലിയ തോതിലുള്ള സമരങ്ങൾ ഉണ്ടാക്കിയാണ് ഈ വർക്കിന്റെ തന്നെ വേഗത കൂട്ടിച്ചത്. അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ, ധാരാളം പങ്കാളിത്തം നമുക്ക് അതിനകത്ത് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഈ പദ്ധതി മുഴുവനും ഒരു ഗവൺമെന്റ് പദ്ധതിയാണ്, മറ്റാർക്കും അതിൽ പങ്കാളിത്തമില്ല എന്നാണ് നമ്മുടെ മരാമത്ത് മന്ത്രി ശ്രീ റിയാസ് അവകാശവാദം ഉന്നയിക്കുന്നതും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതും ഒക്കെ. ഇതൊക്കെ നമുക്ക് ജനാധിപത്യ കേരളത്തിനോ ജനാധിപത്യത്തിനോ ഭൂഷണമല്ല എന്നുള്ള വസ്തുത നമുക്ക് എല്ലാവർക്കും തിരിച്ചറിയാം. ശ്രീ ഗോപകുമാർ, ഇതിപ്പം കേന്ദ്ര സർക്കാരിന് ക്രെഡിറ്റ് കൊടുത്തോ എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് പോലും കടക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം LDF സർക്കാർ തന്നെ ഈ തരത്തിലുള്ളൊരു ഭിന്നത നടക്കുന്നു, തദ്ദേശ ഭരണ വകുപ്പിനെ തന്നെ അവഗണിച്ചു എന്ന തരത്തിലുള്ള പരാതികളൊക്കെ ഒരു വശത്ത് നിൽക്കുന്ന സാഹചര്യമുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് കൂടി BJPക്ക് പ്രതികരിക്കാം. തീർച്ചയായിട്ടും. ഇപ്പൊ നഗരസഭയുടെ പങ്കാളിത്തം ഉണ്ടാകണം, സംസ്ഥാന ഗവൺമെന്റ് പങ്കാളിത്തം ഉണ്ടാകണം, കേന്ദ്ര ഗവൺമെന്റ് പങ്കാളിത്തം ഉണ്ടാകണം. ഒരു ജനാധിപത്യ രാജ്യത്ത്, ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഒരു പ്രോജക്റ്റ്, ഒരു പദ്ധതി നടപ്പിലാക്കുന്ന അവസരത്തിൽ അതിൽ പങ്കാളികളായിട്ടുള്ള എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് നഗരസഭ ഉണ്ടാവണം, സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടാവണം, കേന്ദ്ര ഗവൺമെന്റ് പ്രതിനിധി ഉണ്ടാവണം. ഇത് ഏകപക്ഷീയമായിട്ട് സംസ്ഥാന ഗവൺമെന്റ് പദ്ധതിയായിട്ട് മാത്രം റിയാസ് കൊണ്ടുവന്നു എന്നുള്ളതാണ് അതിന്റെ ഉള്ളടക്കം. അതിനെതിരെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് M.R. ഗോപൻ കൂടിയാണ്, BJP കൗൺസിലർ കൂടിയാണ് നമുക്കൊപ്പം പ്രതികരിച്ചത്. ഏതായാലും സ്മാർട്ട് റോഡിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രി വിട്ടുനിന്നത് ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങളാണെന്നുള്ള വിശദീകരണമായിരുന്നു ഉണ്ടായിരുന്നത്. അതല്ല, ഇത്തരത്തിൽ ഒരു ഭിന്നത പൊതുമരാമത്ത് തദ്ദേശ ഭരണ വകുപ്പ് തമ്മിലുണ്ടായി, അതുകൊണ്ടുകൂടിയാണ് മുഖ്യമന്ത്രി മാറുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് ഈ സമയത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. VV അരുണാണ് റിപ്പോർട്ട്.